റഹീം കേരളത്തിലെ മുസ്ലിങ്ങളുടെ പരിച്ഛേദമാണ്, യഥാർത്ഥ പ്രതിനിധിയാണ്. കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളും കോളേജായാലും സ്കൂളുകളായാലും സർക്കാർ സ്ഥാപനങ്ങളും എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത് ഈ സീറോ ക്രിസ്ത്യാനികളും നായന്മാരുമാണ്. അങ്ങനെ അവിടെ നിന്നും കേരളത്തിന് നികുതിപ്പണം ശമ്പളമായും പെൻഷനായും ഇവർ തട്ടിപ്പറിക്കുന്നു. അത് വെച്ചിട്ട് അവരുടെ ക്രിസ്ത്യാനികളെയും നായന്മാരെയും പഠിപ്പിക്കുന്നു. കൂടുതലും ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നു. എന്നിട്ട് 45% ലോകത്തിലെ പകുതിയിലധികം ആയുധം കൈവശം വെച്ചിരിക്കുന്ന അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും നാട്ടുകാരെ തുരന്നു തിന്നുന്ന യൂറോപ്പിലേക്കും കയറ്റി അയക്കുന്നു തങ്ങളുടെ മക്കളെ. എന്നിട്ട് ഇവരുടെ പാസ്പോർട്ട് അവർ ഉപേക്ഷിക്കുന്നു. ഈ പെൻഷൻ പറ്റി ഇവരുടെ മക്കളോടൊപ്പം കുടിയേറുന്നു. അപ്പോൾ ഇവിടുന്ന് ട്രഷറിയിൽ നിന്ന് പോകുന്ന പെൻഷൻ കാശ് നേരെ അമേരിക്കൻ ഭീകരരുടെ അടുത്ത് ചെല്ലുകയാണ്. കേരളത്തിലെ കിഴക്കൻ പ്രദേശങ്ങൾ ഒന്നൊഴിയാതെ റബ്ബറും കുരിശും നാട്ടി ക്രിസ്ത്യാനികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുനമ്പത്തും ഇങ്ങനെ തന്നെ എവിടെ ഒഴിഞ്ഞ ഭൂമി കണ്ടാലും അവിടെ കുരിശു കുത്തുക, കൈയടക്കുക. അങ്ങനെ കേരളത്തെ മൊത്തം കോളനിവൽക്കരിച്ച് അതേ അമേരിക്കക്കാരുടെ അതേ പണി, ഈ ബ്രിട്ടീഷുകാരുടെ അതേ പണി, ഫ്രാൻസുകാരുടെ അതേ പണി, മൊത്തം ആഫ്രിക്കയും കൊള്ളയടിച്ചിരിക്കുന്ന ഈ ഫ്രാൻസുകാരും ഇവരൊക്കെയാണ് സെയിം പണി. അപ്പം ഇങ്ങനെ ഒന്നും കിട്ടാതെ ആവുമ്പോൾ മുസ്ലിം എന്ത് ചെയ്യുന്നു? നേരെ ഗൾഫിലോട്ട് കയറും. അവിടെ അതിനേക്കാളും ഭീകരമാണ് മമ്മദിന്റെ സംസ്കാരം പേർന്ന ആളുകൾ. ഇവൻ കഷ്ടപ്പെട്ട് ഒരു കടയൊക്കെ ഉണ്ടാക്കി ആ കടക്ക് ഒരു കച്ചവടമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മമ്മദിന്റെ കൂട്ടക്കാരായ സൗദികൾ വന്നിട്ട് അത് സ്വന്തമാക്കും. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ആ പീഡനങ്ങളൊക്കെ സഹിച്ച് പൈസ ഉണ്ടാക്കും. ശരിക്കും അടിമപ്പണി. സൗദിയിൽ നിന്നും ഒരുത്തിന് നാട്ടിലോട്ട് വരണമെങ്കിൽ സൗദിക്കാരൻ വന്നിട്ട് എയർപോർട്ടിൽ വന്നിട്ട് ഹറജ് സീലടിക്കണം. അങ്ങനെ അവൻ വിട്ടാലേ അവിടെ നിന്നും വരാൻ കഴിയുള്ളൂ. അടിമത്തം, ആധുനികമായ രീതിയിലുള്ള അടിമത്തം അനുഭവിച്ചു ഇവിടുത്തെ CPM-ലെ വർഗ ഗുണ്ടകൾ അനുഭവിക്കുന്ന യാതൊരു സുരക്ഷയും യൂണിയൻ സുരക്ഷയും ഇല്ലാതെ കേരളത്തിലെ 4 എയർപോർട്ടുകളിൽ നിന്നും മനുഷ്യർ ഗൾഫിലോട്ട് കയറി ഇറങ്ങി. മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിം എന്ന് പേര് കൂട്ടിച്ചേർത്ത് പാർട്ടി ഉണ്ടാക്കി നായന്മാരെയും ക്രിസ്ത്യാനികളെയും നന്നാക്കി. എന്നിട്ട് ബെൻസിൽ സഞ്ചരിച്ചു കുറെ നല്ല മക്കൾ. എന്നിട്ട് ഇന്ന് ക്രിസ്ത്യൻ ഭീകരർ ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയവന്റെ നികുതിപ്പണം തിന്ന് വളർന്ന് കൊഴുത്ത് UK പാസ്പോർട്ടും USA പാസ്പോർട്ടും നേടി വിദേശത്തിരുന്ന് കേരളത്തിൽ വിഷം കലക്കുകയാണ്. ഇന്നത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾ റഹീമിനെ പോലെ കഷ്ടപ്പെട്ടു. ഞാനടക്കമുള്ള മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർ അനാഥത്വം അനുഭവിച്ചു. 2 വർഷത്തിലൊരിക്കൽ മിന്നായം പോലെ തങ്ങളുടെ പിതാക്കളെ കാണാം. എൻ്റെ ഉമ്മമാരടക്കമുള്ള ഒരുപാട് സ്ത്രീകൾ അർദ്ധവിധവാത്വം സഹിച്ചു. അവരിൽ ഒരുപാട് പേർക്ക് മാനസിക നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു. കുട്ടികളെ വളർത്തുമ്പോൾ ഒരു പിതാവിൻ്റെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹായം ആവശ്യമാണ്. അങ്ങനെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുമ്പോൾ ഒരുപാട് കഷ്ടമുണ്ട്. അങ്ങനെ മാനസിക നില നഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അഭിവൃദ്ധി. എങ്ങനെയുള്ള കാട്ടറബികൾ, മുഹമ്മദിന്റെ സംസ്കാരം, ഇസ്ലാമിന്റെ സംസ്കാരം പേറുന്ന കാട്ടറബികൾ, ആ കാട്ടറബികളുടെ പീഡനങ്ങൾ സഹിച്ച് ആണ് ഇവിടെ കേരളം നന്നാക്കിയത്. റഹീമിനെ പോലെ എന്നെ പോലെ ഗൾഫ് രാജ്യങ്ങളിൽ പീഡനം അനുഭവിച്ചു. അവിടുത്തെ ജയിലുകളിൽ കിടന്നാൽ അറിയാം ഇവരുടെ യഥാർത്ഥ സ്വഭാവം. പീഡനം സഹിച്ചു. അങ്ങനെയാണ് കുറച്ചെങ്കിലും ഒരു ഉണർവുണ്ടായത്. അപ്പോൾ മൂത്ത സംഘി പറയുകയാണ്, പണ്ട് തോട്ടിൽ കിടന്നവനും ഒക്കെ ജാതി മാറി, ഇന്ന് 5 നേരം ബാങ്ക് വിളിക്കണം, ഒരുപാട് പള്ളി കെട്ടിയാണ്. അതിലൊക്കെ അവർ പറഞ്ഞ കുറേയൊക്കെ സത്യങ്ങളുണ്ട്. നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ടെക്നോളജി വളർന്നു കഴിഞ്ഞു. എന്തിനാണ് നമ്മൾ പള്ളിയിൽ ഇപ്പോൾ 5 നേരത്തെ നിസ്കാരം മാത്രമല്ല, സലാത്ത്, നിസ്കാരം മൊത്തം ഇതെന്തിനാണ് മറ്റുള്ളവന്റെ ചെവിക്ക് കെട്ടിട്ട് അടിക്കുന്നത്? താല്പര്യമുള്ള പള്ളി വരില്ലേ? ഇതാകെ പള്ളിയിലാകെ ഇമാമും മുക്രയും ഏതെങ്കിലും ഒരു വയസ്സനും ഉണ്ടാവും. ഈ 3 പേർക്ക് താല്പര്യമുള്ള കാര്യം ആ 3 പേരുടെ മൊബൈലിൽ അല്ലെങ്കിൽ അവർക്ക് വിളിച്ചിട്ട് പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ? ഒരു നാട്ടിൽ തന്നെ 10-15 പള്ളിയാണ്. പള്ളി കെട്ടിയാൽ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ആണെന്നും പറഞ്ഞിട്ട് കുറെ എണ്ണം പള്ളി കെട്ടി അങ്ങനെ ശല്യമുണ്ടാക്കും. അത് വേറൊരു വസ്തുത, അത് ശരിയാണ്. അതില്ലാന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല. പിന്നെ ഒരുത്തൻ കുറിതൊട്ട് വന്നാലും നെറ്റിയിൽ സിന്ദൂരമിട്ട് വന്നാലും നമുക്ക് ഒരു അന്യതാബോധം അല്ലെങ്കിൽ നമുക്കൊരു അസൗകര്യം, ഒരു അനിഷ്ടമൊക്കെ തോന്നില്ലേ? അതേപോലെ തന്നെ എല്ലാവരും സാരി എടുത്ത് നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പർദ്ദയിട്ട് നടന്നാൽ മറ്റുള്ളവർക്ക് അനിഷ്ടം തോന്നും. എല്ലാവർക്കും മുഖം കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ. ഈ CCTV വെച്ചാലും മുഖം മറച്ചിട്ട് കക്കാൻ പോയാൽ, പർദ്ദയിട്ടിട്ട് മുഖം മറച്ചിട്ട് കക്കാൻ പോയാൽ അറിയാൻ പറ്റുമോ? അതിലും അവർ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഏറ്റെടുക്കും. നമ്മൾ സൗദിക്കാരുടെയും ഗൾഫുകാരുടെയൊക്കെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അറിയാം. ഇങ്ങനെയുള്ള നല്ല മക്കളുടെ സ്വഭാവം എന്തിനാണ് നമ്മൾ ഇവിടെ ഇറക്കേണ്ട കാര്യം? നമ്മുടെ മുൻതലമുറകൾ ഇവിടെ മതം മാറിയിട്ടുള്ളത് ഇസ്ലാമിന്റെ മഹത്വം കൊണ്ട്. ഇവിടെ ജാതി കാരണം ബ്രാഹ്മണ പൂണൂലുകാർ
നമ്മളെ എറിഞ്ഞൊടിച്ചപ്പോൾ, നമ്മളെ ആ മതത്തിലേക്ക് ചേർക്കാതിരുന്നപ്പോൾ, നമ്മൾക്ക് മനുഷ്യന്റെ വില നൽകാതിരുന്നപ്പോൾ, നമ്മുടെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിച്ചപ്പോൾ ആണ് നമ്മളെ സ്വീകരിക്കുന്ന മതത്തിലേക്ക് മാറിയത്. നമ്മൾ അറബികളുമായിട്ട് കച്ചവടം ചെയ്തത് തീർച്ചയായിട്ടും കച്ചവടം എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെട്ടു. നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുന്നത് ശരിക്കും തമിഴാണ്. തമിഴിൽ പോർച്ചുഗീസുകാരും അറബികളും ചൈനക്കാരും എല്ലാം വ്യഭിചരിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നത്തെ നിലയിലെത്തിയത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ 2 നിമിഷം പങ്കെടുക്കിൽ ആരായാലും മുസ്ലിം, അവൻ കൂടുതൽ മുസ്ലിമാണെന്നുള്ളൂ. ഒരു ക്രിസ്ത്യനും മുസ്ലിമിന്റെ അത്രയും മുസ്ലിമാണ്, പക്ഷെ അവൻ അത് അംഗീകരിക്കുന്നില്ല. മാത്രമല്ല മുസ്ലിം 30% ഒക്കെ അവരും മുസ്ലിം. ഇത് നേരെ തിരിച്ചു നമ്മുടെ ബ്രിട്ടീഷുകാരെ വന്നു, അവരുടെ സിസ്റ്റം. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ക്രിസ്ത്യാനികളല്ല എങ്കിലും നമ്മളിലും ക്രിസ്ത്യാനിറ്റി ഉണ്ട്. ക്രിസ്ത്യാനികളുടെ ആചാരമുണ്ട്, അവരുടെ സ്വഭാവമുണ്ട്, ഒരു ഹിന്ദുവിലുണ്ട്. അപ്പോൾ കേരളത്തിലെ ഒരു മുസ്ലിം, അയാൾ സ്വയം മുസ്ലിമാണെന്ന് പറയുന്നതിന് അയാൾ പക്ഷെ അയാളുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുയിസവും ഇതേപോലെ തന്നെ മറ്റുള്ള മതങ്ങൾ. അപ്പോൾ ആരും പ്യുവർ അല്ല, എല്ലാവരും ഉപയോഗിക്കപ്പെട്ട് പരസ്പരം മിക്സ്ഡ് ആണ്. അതാണ് ഇപ്പോൾ നമ്മൾ റഹീമിന്റെ ഒരു അവസ്ഥ. വിദേശ രാജ്യത്ത് പലരും പറയും റഹീം കുറ്റവാളിയല്ലേ. ഒരാൾ ക്രൈം ചെയ്യുന്നുള്ള സാഹചര്യം എന്താണ് എന്നും കൂടി നമ്മൾ അന്വേഷിക്കും. അവിടെയാണ് അതിന്റെ പോയിന്റ്. തീർച്ചയായിട്ടും ഒരുപാട് മലയാളികൾ അല്ലെങ്കിൽ ഒരുപാട് വിദേശികൾക്കും ഈ അറബികൾക്കാണോ മാത്രമാണ് അല്ല, മലയാളികൾക്കും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ഈ സ്വഭാവമുണ്ട്. അന്യഗോത്രക്കാരൻ, അന്യഭാഷക്കാരൻ, അന്യ ജില്ലക്കാരൻ, അന്യ നാട്ടുകാരൻ എന്നൊക്കെ. വേറൊരു നാട്ടിൽ പോയിട്ട് ആക്സിഡന്റ് ആയിക്കഴിഞ്ഞാൽ, അതായത് എന്റെ പഞ്ചായത്തിൽ തന്നെ എന്റെ വാർഡിൽ നിന്നും കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ തന്നെ പ്രശ്നം. അങ്ങനെയുള്ള വൃത്തികെട്ട മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. അത് ഞാൻ റഹീമിലൂടെ പറയുകയാണെങ്കിൽ കേരള മുസ്ലിമിന്റെ ഒരു അവസ്ഥയാണ് റഹീം മനസ്സിലാകുന്നത്.